അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹീദ്ദീൻ മാല ഹ്രസ്വവ്യാഖ്യാനം 38. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൊളിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. ദുഷ്കം കൂടാതെ ഈദിനെ എഴുതൂകിൽ ദോഷം ഉണ്ടാമെന്ന് നന്നായ അറിവീരേ. അല്ലാഹുടെ റഹ്മത്ത് ഇങ്ങനെ ചൊന്നോർക്കും ഇതിനെ പാടുന്നോർക്കും മേലെ കേൾക്കുന്നോർക്കും ഇത്തിരെ പോരീഷ ഉള്ളൊരു ശൈഖീന ഇട്ട ചെവിടേക്ക് പോകുന്നു ലോകരെ. എല്ലാരെ കോഴിയും കൂകി അടങ്ങുമേ. മുഹീദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും. മൊളിയൊന്നും പിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. ഒന്നും വിട്ടുകളയാതെ പിഴവ് വരുത്താതെ ഈ മാല ചൊല്ലുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിൽ മണിമാടം നൽകുന്നതാണ് എന്ന് ഖാദി മുഹമ്മദ് എന്നവർ പറഞ്ഞു. മാലയുടെ മഹത്വമായി പറഞ്ഞ ഈ വരി നമ്മുടെ നാട്ടിലെ മാല വിമർശകരായ ആളുകൾ വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അതിന്റെ പുറകെ കൂടി വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കുകയും ചെയ്യുന്നത് നിരന്തരം നമ്മൾ കേൾക്കാറുണ്ട്. അവരുടെ ഒറ്റ ശ്വാസത്തിലുള്ള ചോദ്യങ്ങൾ മുഹീദ്ദീൻ മാല പാടിയാൽ സ്വർഗം കിട്ടുമെന്ന് ആര് പറഞ്ഞു? മുഹീദ്ദീൻ മാല പാടിയാൽ പിന്നെ നമുക്ക് നിസ്കരിക്കണ്ടേ, നോമ്പെടുക്കണ്ടേ, ഹജ്ജ് ചെയ്യണ്ടേ? പരദൂഷണം പറഞ്ഞാലും വ്യഭിചരിച്ചാലും അതേപോലെ പലിശ വാങ്ങിയാലും ഈ മാലണ് പാടിയാൽ പിന്നെ ഒന്നും വേണ്ട എന്നൊക്കെയാണോ പറയുന്നത് എന്ന അർത്ഥത്തിലൊക്കെയുള്ള ചോദ്യം പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നവരും ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെങ്കിലും പറയുമ്പോ ചെലവൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കുന്നവരും ഈ വരിയുടെ പിന്നാലെ വല്ലാതെ കൂടാറുണ്ട്. അതുകൊണ്ട് ഏതാനും കാര്യങ്ങൾ സംബന്ധമായി ഞാൻ സൂചിപ്പിക്കുന്നു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാന്റെ മഹത്വങ്ങൾ പറയുക എന്നാണല്ലോ ഇപ്പോ മാലയുടെ താല്പര്യം. അങ്ങനെ ഒരു ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ മഹത്വം പറയുന്നത് ദോഷം പുറത്തു കിട്ടാൻ കാരണമാകുന്ന ഒരു സൽക്കർമ്മമാണ്. അങ്ങനെ ഒരു സൽക്കർമ്മം ഒരാൾ ചെയ്യുന്നത് അവന്റെ സ്വർഗപ്രവേശനം ക്ഷിപ്രസാധ്യമാക്കി തീർക്കുന്ന സുഹൃതവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറത്തുദ് ദുനൂബ്. അംബിയായിനെ കുറിച്ച് പറയുന്നത് ആരാധനകളിൽപ്പെട്ടതാണ്, സജ്ജനങ്ങളായ മഹാന്മാരെ കുറിച്ച് പറയുന്നത് ദോഷം പൊറുപ്പിക്കുന്ന സൽക്കർമ്മമാണ്. വദിക്റുൽ മൗത്തി സദഖത്തുൻ, മരണത്തെ ഓർക്കുന്നത് ഒരു ധർമ്മമാണ്. വദിക്റുൻ നാരി മിനൽ ജിഹാദ്, നരകത്തെ ഓർക്കുന്നത് ഒരു തരം സമരമാണ്. വദിക്റുൽ ഖബരി, ഖബറിനെ ഓർക്കുന്നത് യുഖർരിബുക മിനൽ ജന്ന, നിന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും. വദിക്റുൻ നാരി, നരകത്തെ ഓർക്കുന്നത് യുബ്ഇദുക മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നതുമാണ്. വഅഫ്ളലുൽ ഇബാദത്തി തർക്കുൽ ജഹ്ലി, ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വിവരക്കേട് ഉപേക്ഷിക്കലാണ്. വറഅസു മാലിൽ ആലിമി തർക്കുൽ കിബരി, ഒരു പണ്ഡിതന്റെ മൂലധനം കിബിർ, അഹങ്കാരം, തലക്കനം ഒഴിവാക്കലാണ്. വസമനുൽ ജന്നത്തി തർക്കുൽ ഹസദി, സ്വർഗത്തിന്റെ വില അസൂയ ഒഴിവാക്കലാണ്. വൽ ബറാഅത്തു മിനൽ ദുനൂബി അത്തൗബത്തു സാദിഖ, ദോഷങ്ങളിൽ നിന്നുള്ള മോചനം ശരിയായ പശ്ചാത്താപമാണ്. എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞൊരു സംഗതിയാണ് ദിക്റുസ് സാലിഹീന കഫാറത്തുദ് ദുനൂബ്, സജ്ജനങ്ങളെ കുറിച്ച് പറയുന്നത് ദോഷം പൊറുപ്പിക്കുന്ന സുഹൃതമാണ്. ദോഷം പുറത്തു കിട്ടിയ ആളുകൾക്ക് പോകാനുള്ളത് തന്നെയാണല്ലോ സ്വർഗം. അത്ര തന്നെയാണ് ഈ മാലയിലും പറഞ്ഞത്. എന്നാൽ ഇത് പറയുമ്പോഴേക്ക് എന്നാ പിന്നെ ഇനി നിസ്കരിക്കണ്ടേ, നോമ്പെടുക്കണ്ടേ, വെറും മാല പാടിയാ മതി എന്നൊക്കെ ഇതിനർത്ഥം വെക്കണോ? അങ്ങനെ നമ്മൾ അർത്ഥം വെച്ചാൽ അത് ഈ മാലക്ക് മാത്രമാവില്ല, ഈ വിമർശിക്കുന്ന ആളുകൾ കൂടി അംഗീകരിക്കുന്ന പല സംഗതികൾക്കെതിരെയും ഇതേ ചോദ്യം വരാം.
ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മസ്ജിദ് ഖുബായിലെ ഒരു ഇമാം അദ്ദേഹം സാധാരണ നിസ്കാരത്തിൽ ഒരു സൂറത്ത് ഓതും, അതിന്റെ പുറമെ ആ സൂറത്തിന്റെ പുറമെ അഡീഷണലായി സൂറത്തുൽ ഇഖ്ലാസും ഓതും. അപ്പൊ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ ഇഖ്ലാസ് സൂറത്ത് ഓതുക അല്ലെങ്കിൽ മറ്റൊരു സൂറത്ത് ഓതുക, ഇവിടെ ആരും ചെയ്യാത്ത മാതിരി നിങ്ങളൊരു അഡീഷണൽ ഫിറ്റിംഗ് വേണ്ട എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഇമാമ് നിൽക്കണമെങ്കിൽ ഞാൻ അത് ഓതിയിട്ടേ നിസ്കരിക്കൂ, നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ വേറെ ഇമാമിനെ നോക്കിക്കോ. അപ്പൊ അദ്ദേഹം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമാമാണ്, അദ്ദേഹത്തെ ഒഴിവാക്കാൻ ജനങ്ങൾക്ക് താല്പര്യമല്ല. അതേസമയത്ത് ഈ അഡീഷണൽ ഫിറ്റിംഗ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വിഷമം പോലെ പറഞ്ഞു, നല്ല ഇമാമാണ്, പക്ഷെ മൂപ്പർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, നബിയെ ഇന്നി ഉഹിബ്ബുഹ, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടാണ്. കാരണം പടച്ചോന്റെ ഏകത്വത്തിന്റെ കൃത്യമായിട്ടുള്ള വിശകലനം നടത്തുന്ന അധ്യായമാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. സുലുസുൽ ഖുർആൻ, ഖുർആന്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അധ്യായമാണല്ലോ. അതുകൊണ്ട് എനിക്ക് ആ സൂറത്ത് വല്ലാതെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിങ്ങളുടെ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു, നിങ്ങളെ സ്വർഗത്തിൽ എത്തിച്ചു കഴിഞ്ഞു ആ സൂറത്തിനോടുള്ള നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുള്ളതാണ്, ഒരാൾ ചോദിക്കുകയാണ്, ഒരു വിമർശകൻ കണ്ണും മൂക്കുമില്ലാതെ വായിൽ വന്നത് കോതക്ക് പാട്ട് എന്ന പോലെ വിമർശിക്കുന്ന ഒരു വിമർശകൻ ചോദിക്കുകയാണ്, ഓഹോ, സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചാൽ പിന്നെ നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട, ഹജ്ജ് ചെയ്യണ്ട, പലിശ വാങ്ങാം, വ്യഭിചരിക്കാം, കള്ളുടിക്കാം, ഇതിനൊക്കെ അതിന് അർത്ഥമുണ്ടോ? ഇല്ല. മറിച്ച് ഒരു മനുഷ്യന്റെ സ്വർഗപ്രവേശനം ക്ഷിപ്രസാധ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ സുഹൃതമാണത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വേറെ ബാധ്യതകളും കടമകളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതുണ്ടാകും. അത് അങ്ങനെ തന്നെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലുണ്ടല്ലോ, ആർക്കും തർക്കമില്ലാത്തൊരു ഹദീസല്ലേ, മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സുമ്മ മാത അലാ ദാലിക ഇല്ലാ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, ആ ആശയത്തിൽ തന്നെ മരിച്ചാലും സ്വർഗത്ത് കടക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, നിസ്കരിക്കേണ്ട ഇല്ലാതെ അതിന് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ അതിന് അർത്ഥം മനസ്സിലാക്കുന്നവരാണ് വാസ്തവത്തിൽ അബദ്ധം ചെയ്യുന്നവരും തെറ്റുകൾ പറ്റിപ്പോയവരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതൊരു പക്ഷേ അവന്റെ സ്വർഗപ്രവേശനത്തിന് അതുമാത്രം അള്ളാഹു കാരണമായി കബൂൽ ചെയ്തേക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നബി തങ്ങളുടെ ഹദീസിൽ തന്നെ ഉണ്ടല്ലോ, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്ക കീറുണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. അപ്പൊ നരകത്തിന്റെ വില സ്വർഗത്തിന്റെ വില ഒരു കാരക്ക കീറാണോ? അപ്പൊ അവിടെ ചോദിച്ചൂടെ ഈ ചോദ്യം? ഒരു കാരക്ക കീറാണ് കൊടുത്തിട്ട് പിന്നെ എന്ത് തോന്നിയാസോ ചെയ്യാം, നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട എന്നാണോ ഹദീസിന്റെ അർത്ഥം? അല്ല. അതൊക്കെ ചെയ്യണമെന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ പറഞ്ഞ മാതിരി മനസ്സിലാക്കുക, എന്നാ ഒരു കുഴപ്പമില്ല. വിമർശിക്കാനായിട്ട് ജീവിക്കുന്ന വിവരദോഷികളായി നമ്മൾ മാറാതിരുന്നാൽ മാത്രം മതി. ഇവിടുത്തെ പ്രശ്നം എന്താ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കുക എന്നതാണ് ഒരു വലിയന്റെ മാല പാടാൻ വിശ്വാസികൾക്ക് പ്രേരണ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിച്ചാൽ അതിന് മുത്തുനബി പറയുന്ന ഒരു പ്രതിഫലമുണ്ട്. അതെന്താ? അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ അവരോടൊപ്പമാണ്. അപ്പൊ മഹാന്മാരുടെ മദ്ഹ് പറയുന്നത് ദോഷം പൊറുപ്പിക്കും, അവരെ സ്നേഹിക്കുന്നത് അവരോടൊപ്പമുള്ള സ്വർഗപ്രവേശനത്തിന് വേദിയൊരുക്കും. അപ്പൊ മാല പാടുന്നത് അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിക്ക് സ്വർഗപ്രവേശനത്തിനുള്ള കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് മാലയുടെ പാരായണം എന്നു മാത്രമാണ് ഖാദി മുഹമ്മദ് എന്നവർ പറഞ്ഞത്. മറ്റ് തെറ്റുകൾ ചെയ്യാൻ പാടില്ല, കുറ്റങ്ങൾ ചെയ്യാൻ പാടില്ല, ബാധ്യതകൾ നിർവഹിക്കണം. ഇതൊക്കെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയണ സംഗതിയാണ്. പക്ഷെ വിമർശനം ഒരു തൊഴിലാക്കിയവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന് സുന്നികൾ ഉത്തരവാദികളല്ല എന്നേ അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളൂ. ദുഷ്കം കൂടാതെ ഇതിനെ എഴുതുകിൽ ദോഷം ഉണ്ടാമെന്ന് നന്നായി അറിവീരെ. ഈ മാല എഴുതുമ്പോൾ സൂക്ഷിച്ചെഴുതിയില്ലെങ്കിൽ ആശയം മാറിപ്പോവുക എന്ന ദോഷം സംഭവിക്കുമെന്ന് നന്നായി അറിയണം. അങ്ങനെ തന്നെയാണല്ലോ, എഴുതുമ്പോ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ ആശയത്തിന് തന്നെ വ്യത്യാസം വരും, അത് വലിയ കുഴപ്പത്തിന് കാരണമാകും. അതുകൊണ്ട് എഴുതുന്നവരൊക്കെ ശ്രദ്ധിച്ച് എഴുതണം, തെറ്റുപറ്റാതിരിക്കാൻ സൂക്ഷിക്കണം. അള്ളാഹുടെ റഹ്മത്ത് ഇങ്ങനെ ചൊന്നോർക്കും ഇതിനെ പാടുന്നവർക്കും മേലെ കേൾക്കുന്നവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ മാല തെറ്റുകൂടാതെ എഴുതിവെച്ചവർക്കും അതേപോലെ തന്നെ ചൊല്ലിയവർക്കും പാടുന്നവർക്കും കേൾക്കുന്നവർക്കും അള്ളാഹു തആല നൽകട്ടെ എന്ന് ഖാദി മുഹമ്മദ് എന്നവർ ദുആ ചെയ്യുകയാണ്.
ഇത്തരം പോരിശ ഉള്ളൊരു ഷെയ്ഖിനെ ഇട്ടേറ്റെവിടേക്ക് പോകുന്നു ലോകരെ? ഇത്രയും മഹത്വമുള്ള ഷെയ്ഖ് ജിലാനി തങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടാണ് ജനങ്ങളെ നിങ്ങൾ പോകുന്നത്? ആ മഹാനോടുള്ള മഹബത്ത് ഊട്ടിയുറപ്പിക്കുകയും അവരോടൊപ്പമുള്ള സ്വർഗപ്രവേശനത്തിനുള്ള വഴി തെളിയിക്കാൻ ആവശ്യമായ വിധത്തിൽ ഇഷ്ടദാസന്മാരെ സ്നേഹിച്ച് വിജയിക്കാൻ വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. അവരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അവരെ ചീത്ത പറയുകയോ അവരുടെ മഹത്വങ്ങൾ അവദാനങ്ങൾ പാടുന്നവരെ വിമർശിക്കാൻ മെനക്കെട്ട് നിങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന ഹൃദയസ്പർക്കായ ഒരു ഉപദേശമാണ് അതിലുള്ളത്. എല്ലാരെ കോഴിയും കൂകി അടങ്ങുമേ മുഹീദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും. ഈ ലോകത്തെ എല്ലാ ഷെയ്ഖുമാരുടെയും പേരും പ്രശസ്തിയും ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരും പ്രശസ്തിയും തിളങ്ങുന്നതുപോലെ തിളങ്ങിക്കൊള്ളണം എന്നില്ല. എന്നാൽ ഷെയ്ഖ് അവർക്ക് ലോകാവസാന നാൾ വരെയും നല്ല പ്രശസ്തിയും അതേപോലെ തന്നെ അവിടുത്തെ ആത്മീയ സരണിയുടെ സജീവമായ വഴികളിൽ കൃത്യമായി നിലകൊള്ളുന്ന ഒരനുയായി വൃന്ദത്തിന്റെ നിലനിൽപ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇവിടെ കോഴി കൂവുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷേഖ് അവറുകളുടെ സ്ഥാനവും മഹത്വവും അത് എല്ലാ കാലത്തും പ്രശംസിക്കപ്പെട്ടുകൊണ്ട് നിലനിൽക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അള്ളാഹു നമുക്കെല്ലാവർക്കും മഹാനവറുകളോടുള്ള ബന്ധം മുഖേന വിജയിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.